അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണെന്ന് പറയാം. നമ്മൾ ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കുന്ന മുട്ടസിർക്ക അതിനൊരു സ്നാക്കിൻ്റെ മോഡലാക്കി മാറ്റിയെന്നേ ഉള്ളൂ. സ്റ്റഫ്ഡ് മുട്ടസിർക്കയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ഞാനൊരു വീഡിയോയിൽ ഇതിന് മുമ്പ് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കണം എന്ന് തോന്നി. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തതാട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടസിർക്കനെ ഒരു എന്താ പറയുക, ഒരു ബാസ്ക്കറ്റ് ബ്രെഡൊക്കെ നമ്മൾ പോക്കറ്റ് ആക്കുന്നില്ലേ, അങ്ങനെ ആക്കിയെടുത്തതാണ്. മുട്ടസിർക്ക പോക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, സ്റ്റഫ്ഡ് മുട്ടസിർക്ക എന്ന് പറയാം. അപ്പോൾ ഇതിനെന്തായാലും മുട്ടസിർക്ക വേണം. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മുട്ടസിർക്കയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ മുട്ടസിർക്ക ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. മുട്ടസിർക്ക ഉണ്ടാക്കുന്നതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുക. പിന്നെ ഇതിലും ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പോളം ചോറെടുക്കാം. ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം കുറേ വെള്ളം ഒഴിച്ച് ലൂസായിട്ട് അരക്കരുത്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടാൻ കണക്കായിട്ടുള്ള വെള്ളം, ഏകദേശം ഒരു ഗ്ലാസ്സിന് കുറവായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററിൽ ഒരുപാട് വെള്ളം അങ്ങ് കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിരിഞ്ഞ് പോകും. ആ ബാറ്ററി വിട്ട് പോകും. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ ഞാനിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം കുറച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഉപ്പും മുളകും മഞ്ഞളും മിക്സാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അതിൽ പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കുറച്ച് ബോൺലെസ് പീസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. കുറച്ച് നീളത്തിലുള്ള പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് മിക്സാക്കി കുറച്ച് സമയം വെച്ചതാണ്. ഇനി ഇത് ഓരോ ഭാഗവും നന്നായിട്ടൊന്നങ്ങ് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് പൊരിച്ചെടുക്കണം. ഒരുപാട് എണ്ണ ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല. ഇതേപോലെ ഒന്ന് കുറച്ച് എണ്ണയിലൊന്നങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പച്ചയായിട്ടുള്ള ഇറച്ചിയല്ലേ, വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ അവിടെ പൊരിയുന്ന സമയത്തേക്ക് നമുക്ക് മുട്ടസിർക്ക ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചെറിയൊരു കടായി ഓയിലൊഴിച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്ന ഓയിലിലേക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടിഭാഗം ചെറുതായി ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അടുത്ത ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ടസിർക്കയൊക്കെ ഉള്ളൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒഴിക്കുമ്പം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് മീഡിയം ആക്കി വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം നന്നായി മൊരിഞ്ഞ് കളറൊക്കെ ആയി വരും, പക്ഷെ ഉൾഭാഗത്ത് വെന്ത് വരില്ല. അപ്പം നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഐറ്റമാണ് ഈ മുട്ടസിർക്ക എന്ന് പറയുന്നത്. ഈ ഒരു ബാറ്ററിൽ മുട്ട ചേർത്തിട്ടും അരച്ചെടുക്കും, അല്ലാണ്ട് മുട്ട ഇല്ലാണ്ടും അരച്ചെടുക്കും. അപ്പം ഞാനിപ്പോൾ ഇത് മുട്ട ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. മുട്ടയും കുറച്ച് പച്ചരിയും കുറച്ച് ചോറും. ഇനി മുട്ട ഇടാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പച്ചരിയും ചോറും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് അരച്ചെടുത്തിട്ട് ഇതേപോലെ പൊരിച്ചാൽ മതി. 2 രീതിയിലും പൊരിച്ചെടുക്കാം. മുട്ട ഇടുമ്പോൾ മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കിയിട്ട് കുറച്ച് തേങ്ങ ഇട്ട് അരച്ചെടുത്താലും മതി. അങ്ങനെ ഇപ്പം 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതും ഫ്ലെയിം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു 5-10 മുട്ടസിർക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ മുട്ടസിർക്കയും ഇതേപോലെ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നില്ലേ, അതേപോലെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നങ്ങ് തുറന്നെടുക്കാം. അപ്പോൾ ഉൾഭാഗം നല്ല എന്താ പറയുക, നല്ല പൊങ്ങ് പോലെ ഉണ്ടാകും. അപ്പോൾ ഒരു കത്തിയോ കത്രികയോ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പം 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പോക്കറ്റ് പോലെ ആക്കിയെടുത്താൽ മതി. ഒന്ന് തുറന്ന് കിട്ടുന്ന രീതിയിൽ ആക്കിയെടുത്താൽ മതി. നമുക്കിതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടോ, എല്ലാം നല്ല പോക്കറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പം എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് സ്റ്റഫ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, കുറച്ച് മയണൈസ് ഞാൻ 2 ഭാഗത്തായിട്ടൊന്നങ്ങ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് കുക്കുംബർ, പിന്നെ കുറച്ച് ഉള്ളി, ഇത്രയൊക്കെയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചിക്കനും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മയണൈസോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് വെജിറ്റബിൾസിലൊന്നും ഞാൻ പ്രത്യേകിച്ച് ഉപ്പ് പരക്കി വെച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറവ് മാത്രമുണ്ട്. അല്ലാണ്ട് ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഏതെങ്കിലും നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് സുക്ക അല്ലെങ്കിൽ ചിക്കൻ സുക്ക പോലെയുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കറികൾ ബാക്കിയുണ്ടെങ്കിൽ അതും ഇതേപോലെ സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി എന്നേ ഉള്ളൂ, അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. തിന്നാനും ഒരു എന്താ പറയുക രസമുണ്ട്. ചിക്കനും വെജിറ്റബിൾസും ആ അരിയിൽ കടിക്കുമ്പം മയണൈസ് എല്ലാം കൂടെ ആകുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ മുട്ടസിർക്കയും പ്രത്യേകിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയല്ലേ. അപ്പം ഈ ഒരു സ്റ്റഫിങ് കൂടി വരുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതേപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇതെന്താണെന്ന് വെച്ചാൽ സേമിയ ബിരിയാണിയാണ്. ഇതിനു മുമ്പ് ഞാനൊരു മക്രോണീൻ്റെത് കാണിച്ചിട്ടുണ്ട്. ആ സെയിം റെസിപ്പിയിൽ സെയിം മെത്തേഡിൽ ഞാൻ സേമിയ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കിടു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ്.